അഫാൻ തന്നെയാണ് തന്നെ ആക്രമിച്ചതെന്ന് മാതാവ് ഷെമി മൊഴി നൽകിയിട്ടുണ്ട്. ഉമ്മ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞാണ് പിന്നിൽ നിന്ന് ഷാൾ കൊണ്ട് കഴുത്തു ഞെരിച്ചത്. ബോധം വന്നപ്പോൾ പോലീസുകാർ ജനൽ തകർക്കുന്നതാണ് കണ്ടതെന്നും ഷെമിയുടെ മൊഴി. ഇന്നലെ ശ്രീകണ്ഠൻ നായർ ചോദിച്ച ചോദ്യത്തിനുള്ള ഒരു മറുപടി എന്താ? അതായത് എൻ്റെ മകനല്ല ചെയ്തത്, ഞാൻ താഴെ വീണതാണ്, ബോധം പോയതാണെന്നൊക്കെ പറഞ്ഞത്. പക്ഷെ ആ ഒരു മൊഴി കേട്ടപ്പോഴും പോലീസ് പറഞ്ഞത് അഫാനെ കൊടുക്കാൻ ഇപ്പം ഇനി ഉമ്മ നുണ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, കുടുങ്ങാനൊന്നുമില്ല, കുടുങ്ങി, അത്ര തന്നെ. എല്ലാ തെളിവെടുപ്പും കഴിഞ്ഞു. 2 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറ്റപത്രം സമർപ്പിക്കും. തീർച്ചയായിട്ടും തൂക്കുകയർ കിട്ടും. പക്ഷെ തൂക്കില്ല, അത് വേറെ കാര്യം. ഈ ഒരു വിഷയത്തിൽ എനിക്ക് സങ്കടം തോന്നിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെയൊക്കെ ഇഷ്ടപ്പെട്ട് ഇവരൊക്കെ വിശ്വസിച്ച് ഗൾഫിൽ കഷ്ടപ്പെട്ട് പണിയെടുത്ത ഈ സ്ത്രീയുടെ ഭർത്താവിനെ കുറിച്ചിട്ടാണ്. അയാൾ അത്ര അധികം കഷ്ടപ്പെട്ടിട്ട് ഈ ഫാമിലി നോക്കുമ്പോൾ ഇവർ ദൂർത്തടിക്കാൻ വേണ്ടി 10-40 ലക്ഷം രൂപയോളം അവിടുന്നും ഇവിടുന്നൊക്കെ ഇട്ട് പലിശക്കും മറ്റു രീതിയിലൊക്കെ എടുത്തിട്ടുണ്ട്. ഓൾറെഡി ഉമ്മ ഇവന് പെർമിഷൻ കൊടുത്തിട്ടുണ്ട് എല്ലാവരെയും തീർത്തോളാം. ഈ ചെറിയൊരു പയ്യനില്ലേ, നമ്മൾ പറഞ്ഞല്ലോ ഒരു ചെറിയ പയ്യനുണ്ട്, ഒരു കുട്ടിയുണ്ടെന്ന്. ആ ഒരു കുട്ടിയുടെ പരിപാടി എന്തിരുന്നു അറിയോ? എങ്ങനെ ആത്മ ചെയ്യാം എന്നുള്ളത്. അതിനുവേണ്ടി ആ ഒരു കുട്ടിയെ കൊണ്ട് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു അത്ര ഈ ഉമ്മ. അപ്പൊ ഈ ഒരു പയ്യൻ, അതായത് അഫാൻ ഇത്ര അധികം ക്രൂരകൃത്യം ചെയ്യിക്കാനുള്ള മോട്ടീവ് ഉമ്മ തന്നെയാണ്. ഉമ്മ പറഞ്ഞതാണത്രേ, നമുക്ക് ഇന്ന ദിവസം എല്ലാവർക്കും ഒരുമിച്ച് ആത്മ ചെയ്യാം എന്നുള്ളത്. ഓക്കെ, ഞാൻ ആ ഫുള്ള് വേർഡ് പറയാത്ത എന്താ വെച്ചാൽ അത് പറയാൻ പാടില്ല, AI ടിക്കറ്റ് ചെയ്തിട്ട് പണി തരും എന്നുള്ളതാ. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഉമ്മ തന്നെയാണത്രേ ഇവർക്ക് എന്ത് മോട്ടീവ് കൊടുത്തിട്ടുള്ളത്. പിന്നിൽ നിന്നും ഷാള് കഴുത്തിൽ മുറുക്കി കൊല്ലാൻ ശ്രമിക്കുന്ന സമയത്ത് ഉമ്മ എന്നോട് പൊറുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പുറത്തു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞത്രേ. എന്നതിന് ശേഷമാണ് അവൻ കഴുത്ത് മുറുക്കിയത്. എങ്ങനെയുണ്ട്? അപ്പോൾ എല്ലാത്തിനും ഉമ്മയാണ് അനുവാദം കൊടുത്തത്. അതുകൊണ്ടൊക്കെ തന്നെ ഉമ്മയ്ക്ക് ഈ മകൻ ഇനി ജീവിച്ചിരിപ്പുണ്ട്, അവനെ രക്ഷിക്കണമെന്ന് തോന്നിയിട്ടുണ്ടാകാം. നമ്മളൊരു മാതൃസ്നേഹത്തെക്കുറിച്ചിട്ടും മാതൃവാത്സല്യത്തെക്കുറിച്ചിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോറി, ആ വാക്കുകൾ ഞാൻ തിരിച്ചെടുക്കുന്നു. വാർത്ത കാണാം. എല്ലാ സ്ഥലങ്ങളിലും പോലീസിനായാലും മജിസ്ട്രേറ്റിനായാലും മൊഴി നൽകിയപ്പോൾ കട്ടിൽ നിന്നും നിലത്ത് വീണ് പരിക്കേറ്റതാണ് എന്നാണ് മൊഴി നൽകിയത്. ആദ്യമായാണ് കിളിമാനൂർ SHOയ്ക്ക് മകൻ ആക്രമിച്ചതാണെന്ന മൊഴി നൽകുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിൽ ആദ്യം ആക്രമണത്തിന് വിധേയയാകുന്നത് അമ്മ ഷെമി തന്നെയാണ്. ആദ്യം കഴുത്ത് ഞെരിച്ച് നിലത്തിട്ടതിന് ശേഷം ചുമരിലേക്ക് തലയിടിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ബാക്കി കൊലപാതകങ്ങളെല്ലാം തന്നെ അഫാൻ ചെയ്യുന്നത്. തിരിച്ചെത്തിയപ്പോൾ അമ്മയ്ക്ക് ബോധമുണ്ടെന്ന് മനസ്സിലാക്കിയ ശേഷമാണ് മറ്റു കൊലകൾക്ക് ഉപയോഗിച്ച ചുറ്റിക വീണ്ടും അമ്മയുടെ തലയിൽ പ്രയോഗിക്കുകയും മരണം ഉറപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഷെമി രക്ഷപ്പെടുകയായിരുന്നു. പക്ഷെ ഷെമി ഒരിക്കലും മകനെതിരെ മൊഴി നൽകിയിരുന്നില്ല. ഓക്കെ, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് കഴുത്ത് മുറുക്കി കൊല്ലാൻ ശ്രമിക്കുന്നു, ചുമരിൽ തലയിടിക്കുന്നു, ചുറ്റിക കൊണ്ടടിക്കാനുള്ള ശ്രമം നടത്തുന്നു. ഇങ്ങനെയൊക്കെ ചെയ്ത ആ ഒരു മകനോട് സാധാരണ നിലയ്ക്ക് ഒരു അമ്മയ്ക്ക് എന്ത് തോന്നും? ദേഷ്യം തോന്നണം അല്ലേ? ഇവിടെ ആ അമ്മയ്ക്ക് തോന്നിയത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വാത്സല്യമാണ്. ഈ ഉമ്മ തന്നെയാണ് എന്ത് പറയുന്നത്, നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരുമിച്ച് അങ്ങ് പോവാം എന്നുള്ളത്. ഒരാൾ കഷ്ടപ്പെട്ട് അവിടെ നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചപ്പോൾ എന്തിനൊക്കെയോ വേണ്ടി നിങ്ങൾ കടം വാങ്ങി കൂട്ടിയിട്ട് ഓക്കെ എന്തോ ആവട്ടെ. ഇതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തനിക്ക് സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു. ഭർത്താവ് അറിയാതെ തന്നെ 35 ലക്ഷത്തിലധികം രൂപയുടെ ബാധ്യത ഉണ്ടായിരുന്നു. ഈ സംഭവം നടക്കുന്ന ദിവസം നിരവധിയായിട്ടുള്ള ആൾക്കാർക്ക് പണം തിരികെ കൊടുക്കേണ്ട ദിവസമായിരുന്നു. 50,000 രൂപയുടെ ആവശ്യമുണ്ടായിരുന്നു. ഈ പണത്തിന് വേണ്ടി സ്വന്തം ബന്ധുവിന്റെ വീടായിട്ടുള്ള തട്ടത്തുമലയിലെ വീട്ടിലുൾപ്പെടെ നിരവധിയായിട്ടുള്ള വീടുകളിൽ പോയിരുന്നു. പക്ഷെ അവിടെയെല്ലാം മകൻ ഉൾപ്പെടെ തനിക്ക് അധിക്ഷേപം ആണ് കേട്ടത്. അത് മകന്റെ മനസ്സിൽ വലിയ തോതിലുള്ള വിഷമമുണ്ടാക്കി. അതിനുശേഷമാണ് മകൻ ഇത്തരത്തിൽ പ്രവർത്തിച്ചത് എന്നാണ് മൊഴി. ഇവർക്കുള്ള ഈ ഒരു സാമ്പത്തിക പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഭർത്താവിന്റെ സഹോദരന്റെ വീട്ടിൽ പോകുമ്പോൾ അയാൾ പൈസയൊന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ടൊക്കെ തന്നെ അത് മാനസികമായിട്ട് ഇവർ രണ്ടുപേർക്കും ടെൻഷൻ ഉണ്ടായി എന്നുള്ളതാണ്. ഉമ്മയ്ക്കും ആ ഒരു ടെൻഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഉറപ്പിക്കാം, വീട്ടിലിരുന്നു കൊണ്ട് അഫാൻ ഇഷ്ടം പോലെ തവണ ഇത് പറഞ്ഞിട്ടുണ്ടാവും, അയാളെ നമുക്ക് തീർക്കാം എന്നുള്ളത്. ഒരു സംശയം ഈ വിഷയത്തിൽ വേണ്ട. അല്ലെങ്കിൽ ഉമ്മ ഇത്ര ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് പറയില്ല, ആ വിഷമത്തിലാണ് എൻ്റെ മകൻ അത് ചെയ്തത് എന്നുള്ളത്. അപ്പൊ ഈ ഒരു ക്രൈമിന് ഒരു സപ്പോർട്ട് എന്ന രീതിയിൽ ഉമ്മ നിന്നു എന്ന് തന്നെയാണ് കൂട്ടി വായിക്കേണ്ടത്. ഇനിയിപ്പോൾ ഈ ഉമ്മ ഇതേ സ്റ്റേറ്റ്മെന്റിൽ, അതായത് എൻ്റെ മകനല്ല ചെയ്തത് എന്ന സ്റ്റേറ്റ്മെന്റിൽ നിന്ന് കഴിഞ്ഞാലും അഫാനെ വെറുതെ ഒന്നും വിടില്ല. രാവിലെ ശ്രീകണ്ഠൻ നായർ ചോദിച്ച ചോദ്യത്തിന് എൻ്റെ മകനെ രക്ഷപ്പെടുത്താൻ കഴിയുമോ എന്ന് ചോദിച്ചു.
ശ്രീകണ്ഠൻ നായർ ഒന്നും മിണ്ടാത്തത് കൊണ്ട് തന്നെ അവർക്ക് മനസ്സിലായി. അപ്പോൾ ഇവർ ബോധമില്ലാതെ നിന്നിരുന്നതാണ് എന്ന് പറഞ്ഞതൊക്കെ നുണയായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയിക്കാനൊന്നുമില്ല. രാവിലത്തെ വീഡിയോ കണ്ട് എല്ലാവരും ടെൻഷനും സങ്കടവും ആ ഉമ്മാന്റെ വിഷമത്തെക്കുറിച്ചൊക്കെ ചിന്തിച്ചു. അതേ ആളുകൾ തന്നെ ഒറ്റ നിമിഷം കൊണ്ട് മാറി ചിന്തിക്കേണ്ട അവസ്ഥ വരിക. അഫാൻ ഓൾറെഡി ആ ഒരു ഫാമിലിയെ തീർക്കാൻ വേണ്ടി തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. ഉമ്മയുടെ ഒത്താശയോടുകൂടി തന്നെ എല്ലാവർക്കും ഒരുമിച്ച് പോവാം എന്നുള്ള പ്ലാനും ഉണ്ടായിരുന്നു. അടിപൊളി. അതോടൊപ്പം തന്നെ 2 മക്കളും താനും ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. ഇളയ മകനൊപ്പം പലപ്പോഴും യൂട്യൂബിൽ അക്കാര്യങ്ങൾ സെർച്ച് ചെയ്തിരുന്നു എന്നും ഷെമി ഇപ്പോൾ മൊഴി നൽകിയിട്ടുണ്ട്. ആ ഇളയ മകനെ കൊണ്ട് പോലും യൂട്യൂബിൽ ഇത് സെർച്ച് ചെയ്തിരുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് തന്നെ വേറെ ഒന്നും പറയേണ്ടതായിട്ടില്ല. ആ ഒരു സ്ത്രീ രക്ഷപ്പെട്ടത് കൊണ്ട് ഇപ്പൊ എന്തുണ്ടായി, കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടി. അഫാൻ ഒന്നും കൃത്യമായിട്ട് ഒന്നും പറയുണ്ടായിരുന്നില്ല. ഇവിടെ ഉമ്മതാ എല്ലാ കാര്യം തുറന്നു പറയുന്നുണ്ട്. ഇനി വീണ്ടും ചോദിക്കും ഉമ്മയോട്. അപ്പൊ ഉമ്മ വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത്ര ദിവസം ആ ഉമ്മയോടുള്ള സ്നേഹം കൂടി ഇയാൾ പോയി കിട്ടി. അഫാൻ തന്റെ പിന്നിൽ വന്ന ഉമ്മ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു. അതിനുശേഷം താൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ പിന്നിൽ നിന്ന് കഴുത്തിലുണ്ടായിരുന്ന ഷാൾ ഉപയോഗിച്ചുകൊണ്ട് കഴുത്തു മുറുക്കി. അപ്പോൾ തന്നെ ബോധം പോയി എന്ന് ഷെമി പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ബോധം വന്നപ്പോൾ പോലീസുകാർ ജനൽ തകർക്കുന്നതാണ്, മുറിയുടെ ജനൽ തകർക്കുന്നതാണ് കണ്ടതെന്നും ഷെമി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം നടന്നിട്ടുള്ള സംഭവങ്ങൾ, പ്രത്യേകിച്ച് ഈ ഷെമിയെ ആദ്യം ആക്രമിച്ച് ഷാൾ കൊണ്ട് കഴുത്ത് ഞെരിച്ച ശേഷം അഫാൻ വീട്ടിൽ നിന്ന് മുറിയിൽ പൂട്ടിയിട്ട ശേഷം പോയിരുന്നു. ആ സമയത്തൊക്കെ ഷെമി അർദ്ധബോധാവസ്ഥയിലായിരുന്നു എന്നാണ് നമ്മൾ കരുതുന്നത്. എന്നാൽ പൂർണ്ണമായും ഷെമി ബോധരഹിതയായിരുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. അതിനുശേഷം മണിക്കൂറുകൾ കഴിഞ്ഞ് പോലീസുകാർ വൈകിട്ടോടെ ജനൽ തകർക്കുമ്പോൾ മാത്രമാണ് തനിക്ക് ബോധമുണ്ടായിരുന്നത് എന്നുള്ള കാര്യം ഷെമി പറഞ്ഞിരിക്കുന്നു. ഒരു വഴുവഴുപ്പുള്ള വസ്തുവിൽ ചവിട്ടി വീഴുന്നത് പോലെ തനിക്കിടയ്ക്ക് തോന്നിയിരുന്നു എന്നുള്ള കാര്യം കൂടി ഷെമി, അതൊരു പക്ഷേ രക്തമായിരുന്നിരിക്കാം, ഷെമി അത് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. കിളിമാനൂർ പോലീസിനെ സംബന്ധിച്ചത്, അല്ലെങ്കിൽ ഈ കേസ് അന്വേഷിക്കുന്ന 3 പോലീസ് സംഘങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. ഒരുമിച്ച് എല്ലാവർക്കും പോവാം എന്ന് തീരുമാനിക്കുന്നു. ആദ്യം ഉമ്മ തന്നെ എന്നെ കൊന്നോളൂ എന്ന് അനുവാദം കൊടുക്കുന്നു. വീട്ടിലത്തെ എല്ലാവരെയും കൊല്ലാനുള്ള പെർമിഷനും കൊടുത്തിട്ടുണ്ടായിരുന്നു. കൊള്ളാം, നല്ല ഫാമിലി. ഒരാൾ കഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇത്രയും ആൾ ഏതോ ഒരു നാട്ടിൽ മണലാരണ്യത്തിൽ കിടന്ന് കഷ്ടപ്പെട്ടു, അയാൾ ഒന്നും അറിഞ്ഞിട്ടില്ല. ഈ അതിദാരുണമായ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന തൻ്റെ ഭാര്യ പോലും തന്നെ ചതിക്കുമെന്ന് അയാൾ ചിന്തിച്ചിട്ട് പോലും ഉണ്ടായില്ല. ഓക്കെ, എത്ര ആളുകളെ കൊന്ന ഒരാളെയാണ് ഉമ്മ പറയുന്നത് അയാളെ വെറുതെ വിടാൻ എന്തെങ്കിലും വഴിയുണ്ടോ, അയാളെ രക്ഷപ്പെടുത്താൻ വല്ല വഴിയുണ്ടോ എന്ന് ചോദിക്കുന്നത്. കൊള്ളാം. അപ്പൊ ഇതിൽ ഈ ഒരു ക്രിമിനൽ മൈൻഡ് ഇയാളിലേക്ക് എത്തിച്ചത് ഉമ്മയാണോ എന്ന സംശയത്തിലേക്ക് തന്നെ വിരൽ ചൂണ്ടുന്നു. ഉമ്മ ആ ഒരു ചെറിയ പയ്യനെ കൊണ്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്യിച്ചു എന്നാ പറയുന്നത്, എങ്ങനെ പോവാം എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട്. ഇതൊന്നും അറിയാത്ത ഒരാൾ കഷ്ടപ്പെട്ട് അവിടെ ജോലി എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇയാളുടെ കുറച്ച് സ്വർണം എന്തോ കടം വാങ്ങി ആ ഒരു കാര്യത്തിന് ആ കാമുകി തിരിച്ചു ചോദിച്ചത് അതിനും തീർത്തു. ഒരു പാവം വെല്ലുമ്മാൻ്റെ ഒക്കെ ഒരു മാല ചോദിച്ച് കിട്ടിയില്ല, അതിനും തീർത്തു. ഉപ്പയുടെ സഹോദരനായിട്ടുള്ള ആളുടെ കയ്യിൽ നിന്നും കുറച്ച് പൈസ ചോദിച്ച് തന്നില്ല, അതിനും തീർത്തു. ഇതിനൊക്കെ തീർത്തോളം പെർമിഷൻ ഉമ്മ മിണ്ടാതെ കൊണ്ട് കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് പറഞ്ഞത് എൻ്റെ മോനല്ല അത് ചെയ്തത് എന്ന്. അഫാൻ നമ്മുടെ കുടുംബത്തിലെ എല്ലാവരെയും കൊന്നു, ആ ഒരു പെൺകുട്ടിയെയും കൊന്നു എന്ന് പറഞ്ഞപ്പോൾ പോലും ഉമ്മ ഒരു കുലുക്കവും ഇല്ലാതെ പറഞ്ഞതാണ് എൻ്റെ മകനല്ല ഇത് ചെയ്തത് എന്നുള്ളത്. കൊള്ളാം. ഇപ്പോൾ ഒരു രക്ഷയുമില്ല, ഒരു ഗത്യന്തരവുമില്ല. അഫാൻ തൂങ്ങും എന്ന് ഉറപ്പിച്ചപ്പോൾ ഉമ്മ പിന്നെ ആ നാടകം അങ്ങ് വിട്ടു. എനിക്ക് അങ്ങനെ തന്നെയാണ് മനസ്സിലായത്. അതെ, ഞാൻ പറഞ്ഞിട്ട് തന്നെയാണ് ഇതൊക്കെ ഉണ്ടായത് എന്നുള്ളത്. കൊള്ളാം ഉമ്മച്ചി, കൊള്ളാം. ഇത്രയും ദിവസം നിങ്ങളെ സ്നേഹിച്ചിരുന്ന, നിങ്ങളോട് ഇഷ്ടം തോന്നിയിരുന്ന ഒരു മനുഷ്യനാണ് ഞാൻ അടക്കമുള്ള മലയാളികൾ. എല്ലാവർക്കും ഇപ്പം നിങ്ങളോട് വെറുപ്പ് തന്നെയാണ് തോന്നുന്നത്. ഭർത്താവ് അറിയാതെ ഇത്രയും മാത്രം കടം നിങ്ങൾക്ക് എങ്ങനെ വന്നു? കുടുംബം ഒന്നടങ്കം ഒരുമിച്ച് ഈ ഒരു രീതിയിൽ തീരാൻ നിങ്ങൾ എങ്ങനെ പ്ലാൻ ചെയ്തു? കൊള്ളാം, കൊള്ളാം. കൂടുതലായിട്ട് ഒന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് മരവിപ്പാണ്, സഹിക്കാൻ വയ്യ ആ ഒരു വാർത്ത കണ്ടപ്പോൾ. ഉമ്മ സമ്മതിച്ചു എന്ന് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചത് മകനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു, നടന്നില്ല, ഇനി ആ സത്യം അങ്ങ് പറയാം, അവൻ എന്നെയും കൊല്ലാൻ ശ്രമിച്ചു, അത്രയും ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് പറയുന്നു 65 ലക്ഷം 35 ലക്ഷം അങ്ങനെ എത്രയോ ലക്ഷം രൂപയുടെ കടം ഞങ്ങൾക്കുണ്ട്, ഇത് ഭർത്താവിന് അറിയില്ല. ആ വാക്ക് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഡൗട്ട് തോന്നി. അത് കഴിഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ പിതൃ സഹോദരൻ്റെ കയ്യിൽ നിന്നും പണം ചോദിച്ചപ്പോൾ കളിയാക്കി. അതെൻ്റെ മകനിൽ വളരെ സങ്കടമുണ്ടായിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അവരെ തീർത്തത് എന്നുള്ള ഡയലോഗാണ്. അതായത് ഉമ്മയോട് ഓൾറെഡി അത് അവിടെ ചർച്ച ചെയ്തിട്ടുണ്ട് അഫാൻ. അതുകൊണ്ടാണല്ലോ അത്ര വ്യക്തമായിട്ട് അത് പറയുന്നത്.
ബാക്കിയുള്ള എല്ലാവരെയും തീർക്കാനും പെർമിഷൻ കൊടുത്തു. പരമാവധി അങ്ങ് ഷെയർ ചെയ്യുക, താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി. അതുവരേക്കും സന്ദീപ് എടപ്പാൾ സൈനിങ്.